VHSEയിലും ഏകജാലക സംവിധാനം കൊണ്ടുവരാണ്. ഏത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും അപേക്ഷ വാങ്ങാം, ഏത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും അപേക്ഷ സമർപ്പിക്കാം, ഏത് സ്കൂളിലേക്കും ഏത് കോഴ്സിലേക്കും അവരുടെ താല്പര്യം അനുസരിച്ച് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ VHSEയുടെ പ്രോസ്പെക്ട്സും അപേക്ഷാ ഫോമും വെബ്സൈറ്റിൽ തുടങ്ങുന്ന തീയതി 7/5, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 31/5, ട്രയൽ അലോട്ട്മെന്റ് 6/6, ഒന്നാം ഘട്ട അലോട്ട്മെന്റ് 14/6, അവസാന അലോട്ട്മെന്റ് 29/6, ക്ലാസുകൾ തുടങ്ങുന്ന തീയതി 2/7. ഹയർ സെക്കൻഡറി എക്സാമിനേഷന്റെ രജിസ്റ്റർ ചെയ്ത കുട്ടികളുടെ സ്കൂൾ ഗോയിങ് കുട്ടികളുടെ എണ്ണം 2,94,239. ഗവൺമെന്റും എയ്ഡഡും അൺഎയ്ഡഡും കൂടി. ഓപ്പൺ സ്കൂളിലൂടെ രജിസ്റ്റർ ചെയ്തത് 74,924. ത്രൂ സ്കൂൾ ഗോയിങ് ടെക്നിക്കൽ 2,184. അങ്ങനെ 3,71,347 കുട്ടികളാണ് ഈ പ്രാവശ്യത്തെ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയിട്ടുള്ളത്. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ആപ്ലിക്കേഷൻ 3/5 മുതൽ 31/5 വരെ. ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഫിൽഡ് ഇൻ ആപ്ലിക്കേഷൻ 3/5 മുതൽ 31/5 വരെ. ട്രയൽ അലോട്ട്മെന്റ് 6/6/2012. ഫസ്റ്റ് അലോട്ട്മെന്റ് 14/6/2012. ലാസ്റ്റ് അലോട്ട്മെന്റ് 27/6/2012. കമൻസ്മെന്റ് ഓഫ് പ്ലസ് 1 ക്ലാസ് 28/6/2012. ഡേറ്റ് ഓഫ് ക്ലോഷർ അഡ്മിഷൻ അവസാനിപ്പിക്കുന്ന തീയതി 10/8/2012. സീറ്റ് അവൈലബിലിറ്റി ചോദിച്ചല്ലോ. ഗവൺമെന്റ് സ്കൂൾസ് 769 സ്കൂളാണ് നമുക്കുള്ളത്. എയ്ഡഡ് സ്കൂൾ 672, അൺഎയ്ഡഡ് 371. അങ്ങനെ 1812 സ്കൂളുകളാണുള്ളത്. അതിൽ സയൻസ് ബാച്ച് സയൻസിൽ പഠിക്കാവുന്ന കുട്ടികളുടെ എണ്ണം 1,53,665. 1,53,665. കോമേഴ്സ് പഠിക്കാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 85,940. ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 67,595. അൺഎയ്ഡഡിലെ 371 സ്കൂളുകളിൽ കൂടി 53,645 സീറ്റുണ്ട്. അങ്ങനെ മൊത്തം 3,60,845 കുട്ടികൾക്കുള്ള സീറ്റുകളുണ്ട്. അതിനു പുറമെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 389 സ്കൂളുകളിലായി 27,500 സീറ്റുകളുണ്ട്. പോളിടെക്നിക്കുകൾ നമുക്ക് 62 ഉണ്ടാകെ. അവിടെ എല്ലാം കൂടി 12,000 കുട്ടികൾക്കുള്ള സീറ്റുണ്ട്. 62 പോളി, 12,000 കുട്ടികൾ. അങ്ങനെ 4,345,000 കുട്ടികൾക്കുള്ള ഹയർ സ്റ്റഡീസിനുള്ള സൗകര്യമാണ് ഉള്ളത്. 4,70,148 പരീക്ഷാർത്ഥികളാണ് ഈ വർഷം സ്കൂൾ ഗോയിങ് വിഭാഗത്തിൽ SLC പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ 5 വർഷത്തിലും ഏറ്റവും കൂടുതലാണിത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 11,261 പേർ ഈ വർഷം കൂടുതലായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ഹാജരായത് 4,69,919 വിദ്യാർത്ഥികളാണ്. ഇതിൽ ഉപരിപഠനത്തിന് അർഹത നേടിയവർ 93.64%. കഴിഞ്ഞ വർഷത്തേക്കാൾ 2.29% കൂടുതലാണ്. 2005 മുതൽ നമ്മൾ മോഡറേഷൻ നൽകുന്നില്ല. ഈ വർഷവും മോഡറേഷൻ നൽകിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഉപരിപഠനത്തിന് അർഹത നേടിയവരുടെ ശതമാനം 91.32 ആയിരുന്നു. ഈ വർഷത്തെ വിജയ ശതമാനം സർവകാല റെക്കോർഡാണ്. 2008 92.09% ഇതുവരെയുള്ളതിൽ ഏറ്റവും വലിയ വിജയ ശതമാനം. പരീക്ഷ എഴുതിയ മുഴുവൻ പേരുടെയും ഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. SSLC പ്രൈവറ്റ് വിഭാഗത്തിൽ 7,328 കുട്ടികളാണ് പരീക്ഷയ്ക്കിരുന്നത്. വിജയ ശതമാനം 81.16. കഴിഞ്ഞ വർഷം ഈ വിഭാഗത്തിൽ വിജയ ശതമാനം 43.36 ആയിരുന്നു. ഈ വിജയ ശതമാനവും സർവകാല റെക്കോർഡാണ്. ഗൾഫ് മേഖലയിൽ 496 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 99% കുട്ടികൾ വിജയിച്ചു. ലക്ഷദ്വീപിൽ 1059 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 732 പേർ 69% വിജയിച്ചു. ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെന്റർ തിരുവനന്തപുരം ജില്ലയിലെ പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. 1478 കുട്ടികൾ. ഏറ്റവും കുറച്ച് കുട്ടികൾ പരീക്ഷ എഴുതിയ സെന്റർ GHSS വഞ്ചിയൂർ തിരുവനന്തപുരമാണ്. 5 കുട്ടികൾ. ഈ വർഷം A+
ഗ്രേഡ് ലഭിച്ചിട്ടുള്ളത് 6995 വിദ്യാർത്ഥികൾക്കാണ്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 1174 കൂടുതലാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ല റവന്യൂ ജില്ല മലപ്പുറം 73,867. വിദ്യാഭ്യാസ ജില്ല തിരൂർ 35,757. ഏറ്റവും കുറച്ച് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ല റവന്യൂ ജില്ല വയനാട് 11,596. വിദ്യാഭ്യാസ ജില്ല കുട്ടനാട് 2,549. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല റവന്യൂ ജില്ല കണ്ണൂർ 96.93%. വിദ്യാഭ്യാസ ജില്ല കാഞ്ഞങ്ങാട് 98.52%. വിജയശതമാനം ഏറ്റവും കുറവുള്ള ജില്ല റവന്യൂ ജില്ല പാലക്കാട് 86.91%. വിദ്യാഭ്യാസ ജില്ല പാലക്കാട് 85.04%. A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള ജില്ല റവന്യൂ ജില്ല കോഴിക്കോട് 922. വിദ്യാഭ്യാസ ജില്ല കണ്ണൂർ 452. 100% വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണം ഗവൺമെന്റ് സ്കൂളുകൾ അത് 2011 155 ആയിരുന്നു. ഈ പ്രാവശ്യം 210 55 സ്കൂളുകൾ കൂടുതൽ. എയ്ഡഡ് സ്കൂളുകളിൽ 216 ആയിരുന്നു. അതിപ്പോൾ 248 32 കൂടുതൽ. അൺഎയ്ഡഡ് സ്കൂളിൽ 206 ആയിരുന്നു. അത് 253 47 കൂടുതൽ. അങ്ങനെ ആകെ കഴിഞ്ഞ വർഷം 577 സ്കൂളുകളാണ് 100% വിജയം നേടിയെങ്കിൽ ഈ തവണ അത് 711 വർദ്ധിച്ചു. 50% താഴെ വിജയശതമാനമുള്ള സ്കൂളുകൾ ഗവൺമെന്റ് PTMHS വെല്ലൂർ കോട്ടയം 36%. ഗവൺമെന്റ് HSS കിസിമം പത്തനംതിട്ട ജില്ല 36%. സർട്ടിഫിക്കറ്റുകൾ മെയ് മാസം 15 അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ വിതരണത്തിനായി എത്തിക്കുന്നതാണ്. ഉപരിപഠനത്തിന് അർഹത നേടാത്ത റെഗുലർ വിദ്യാർത്ഥികൾക്കായി മെയ് 14 മുതൽ 18 വരെ സേ പരീക്ഷ നടത്തുന്നതാണ്. സേ പരീക്ഷയിലും ചില പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതെങ്കിലും 2 വിഷയങ്ങൾക്ക് കുറഞ്ഞത് D+ ഗ്രേഡെങ്കിലും ലഭിക്കാത്തത് മൂലം ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നഷ്ടപ്പെട്ടവർക്കാണ് സേ പരീക്ഷ എഴുതുന്നതിന് അർഹതയുള്ളത്. മാത്രമല്ല 2 പേപ്പറുകൾ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഹാജരാകുവാൻ സാധിക്കാതെ വന്ന റെഗുലർ വിദ്യാർത്ഥികൾക്കും സേ പരീക്ഷ എഴുതാവുന്നതാണ്. കൂടാതെ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളിൽ അപകടം, ഗുരുതരമായ രോഗം, പിതാവ്, മാതാവ്, സഹോദരങ്ങൾ എന്നിവരുടെ മരണം എന്നീ കാരണങ്ങളാൽ പരീക്ഷ എഴുതാനോ പൂർത്തിയാക്കാനോ കഴിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് 2ൽ കൂടുതൽ പേപ്പർ പരീക്ഷ എഴുതുന്നതിനും അനുവാദമുണ്ടായിരിക്കുന്നതാണ്. ഇതിനായി വില്ലേജ് ഓഫീസർ അതുപോലെ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ അപേക്ഷയും ഫീസും ഗ്രേഡ് വ്യക്തമാക്കുന്ന കമ്പ്യൂട്ടർ പ്രിന്റൌട്ടും പരീക്ഷ എഴുതിയ കേന്ദ്രത്തിലെ ഹെഡ്മാസ്റ്റർക്ക് 3/5/2012 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. പ്രസ്തുത പരീക്ഷയുടെ ഫലവും മെയ് അവസാന വാരം പ്രസിദ്ധീകരിക്കുന്നതാണ്. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം, ഫോട്ടോ കാപ്പി നൽകൽ, സ്ക്രൂട്ടിനി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ 30/4/2012 മുതൽ 4/5/2012 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിവരെ ഓൺലൈനിൽ നൽകാവുന്നതാണ്. അതോടൊപ്പം ഇതൊരു പുതിയ സംവിധാനമാണ്. അതോടൊപ്പം പരീക്ഷാഫലത്തിന്റെ പ്രിന്റൌട്ടും ഫീസും അതാത് സ്കൂളുകളിൽ നൽകേണ്ടതുമാണ്. ഇതിന്റെ ഫലവും മെയ് മാസം തന്നെ കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. സേ പരീക്ഷ, പുനർമൂല്യനിർണ്ണയം തുടങ്ങിയവയുടെ കൂടുതൽ വിവരങ്ങൾ പരീക്ഷാഭവന്റെ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. അഡോപ്റ്റഡ് സ്കൂളുകൾ 2006-2007 വർഷം മുതൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട 107 സ്കൂളുകളുടെ വിജയശതമാനം 100% വിജയം നേടിയത് കഴിഞ്ഞ വർഷം 29 സ്കൂളുകളായിരുന്നു. അതിപ്പോൾ 32 സ്കൂളുകളായി. 80% കൂടുതൽ വിജയം നേടിയത് 52 സ്കൂളായിരുന്നു. അത് 64 75% കൂടുതൽ വിജയം നേടിയത് 95 ആയിരുന്നു. അത് 93 2 സ്കൂൾ കുറഞ്ഞു. 60% കൂടുതൽ വിജയം നേടിയത് 106 സ്കൂളായിരുന്നു. അത് 4 സ്കൂളായി. 50% കൂടുതൽ വിജയം നേടിയത് 107 സ്കൂളായിരുന്നു. അത് 106 50% കുറഞ്ഞ വിജയം നേടിയ 2011 ഒരു സ്കൂൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഒരു സ്കൂളുണ്ട്. മറ്റ് പരീക്ഷകളുടെ ഫലം. SSLC ഹിയറിംഗ് ഇംപയർഡ് ആകെ പരീക്ഷാർത്ഥികളുടെ എണ്ണം 383. ഉപരിപഠനത്തിന് അർഹത നേടിയവർ 374. വിജയശതമാനം 97.6. THSLC ആകെ പരീക്ഷാർത്ഥികളുടെ എണ്ണം 3107. ഉപരിപഠനത്തിന് അർഹത നേടിയവർ 3059. വിജയശതമാനം 98. THSLC ഹിയറിംഗ് ഇംപയർഡ് ആകെ പരീക്ഷാർത്ഥികളുടെ എണ്ണം 26. ഉപരിപഠനത്തിന് അർഹത നേടിയവർ 26. വിജയശതമാനം 100. AHSLC ആകെ പരീക്ഷാർത്ഥികളുടെ എണ്ണം 66. ഉപരിപഠനത്തിന് അർഹത നേടിയവർ 55. വിജയശതമാനം 83. പരീക്ഷാഫലം വെബ്സൈറ്റുകൾ ലഭ്യമാണ് എന്നുള്ളതിൽ കൊടുത്തിട്ടുണ്ട്. പരീക്ഷാഫലത്തിന്റെ പൊതുവിവരങ്ങൾ അടങ്ങിയ പുസ്തകവും ഫലം ഉൾക്കൊള്ളുന്ന CD-യും എല്ലാ മാധ്യമങ്ങൾക്കും ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഒന്ന് രണ്ട് പുതിയ ഇൻഫർമേഷൻസ് ഉള്ളത്. പരീക്ഷാഭവൻ നൽകുന്ന സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റുകൾ പാസ്പോർട്ട് ഓഫീസ്, നോർക്ക, PSC തുടങ്ങിയ ഗവൺമെന്റ് ഏജൻസികൾക്ക് ഓൺലൈൻ മുഖേന പരിശോധിക്കുന്നതിനുള്ള സംവിധാനം ഉടൻ തന്നെ ഏർപ്പെടുത്തുന്നതാണ്. പരീക്ഷ അതിന്റെ വാലിഡിറ്റിയും ക്രെഡിബിലിറ്റിയും പരിശോധിക്കാൻ വേണ്ടിയാണ്.
2001 മുതൽക്കുള്ളത് അങ്ങനെ ലഭ്യമാകുന്നതാണ് ഓൺലൈനിൽ. സ്കൂളുകളിൽ പരീക്ഷ നടത്തിയതിന്റെ ചെലവുകൾ അടങ്ങിയ ബില്ല് ഡെപ്യൂട്ടി ഡയറക്ടർമാരാണ് ഇതുവരെ പാസാക്കി നൽകിയിരുന്നത്. ഈ വർഷം മുതൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ബില്ല് അംഗീകരിച്ച് സ്കൂളുകൾക്ക് തുക നൽകുന്നതാണ്. 10ാം തരം വരെ പഠിക്കുന്ന കുട്ടികളുടെ ജനനത്തീയതി, ജാതി, മാതാപിതാക്കളുടെ പേര് തുടങ്ങിയവ തിരുത്തുന്നതിനുള്ള അധികാരം ഈ വർഷം മുതൽ സ്കൂൾ ഹെഡ്മാസ്റ്റർമാർക്ക് നൽകിയിട്ടുണ്ട്. അതെ, ഇപ്പോൾ പരീക്ഷാഭവനിൽ മാസങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കി ബന്ധപ്പെട്ട ഹെഡ്മാസ്റ്റർമാർക്ക് തന്നെ തിരുത്തലുകൾ വരുത്താനുള്ള അധികാരം കൊടുത്തത്. അപ്പോൾ അതിനാവശ്യമായൊരു പബ്ലിസിറ്റി മീഡിയയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ജനങ്ങൾ ആവശ്യമില്ലാതെ തിരുവനന്തപുരത്ത് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ഒരു സംവിധാനം ഒഴിവാക്കാൻ കഴിയും. സ്കൂളിൽ നിന്ന് തന്നെ ഇത് ലഭ്യമാക്കാനുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്.